ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജ്വാല 2.0. നാളത്തെ +2 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് നമ്മൾ ഓടിച്ച് റിവൈസ് ചെയ്യുന്ന വീഡിയോ ആണിത്. എല്ലാതും, അതായത് നമ്മൾ പറഞ്ഞ കാറ്റ് സ്കെച്ചുകൾ, സമ്മറീസ് എല്ലാം നമ്മൾ ഒന്ന് ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് തലേദിവസമൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത് കേട്ടോ. +2 ഇംഗ്ലീഷിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് യൂണിറ്റ് ഫസ്റ്റിലെ ഓരോ ലെസൺസിൻ്റെ സമ്മറീസ് നോക്കാം. The first lesson, 3 L's of empowerment. അത് സ്പീച്ച് ബൈ ക്രിസ്ത്യൻ ലെഗാർഡ്. അപ്പോൾ ക്രിസ്ത്യൻ ലെഗാർഡ് ആരാണോ എഴുതിയിരിക്കുന്നവരെ പേര് പഠിക്കുക. ഇവിടെ മെയിനായിട്ട് പറയുന്നത് 3 L'സിനെ കുറിച്ചിട്ടാണ്. മെയ്ഡ് ബൈ സ്ക്രിപ്റ്റ്, ഇറ്റ് ഈസ് എ സ്പീച്ച് മെയ്ഡ് ബൈ ക്രിസ്ത്യൻ ലെഗാർഡ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് വുമൺ ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ്, ദ ഹെഡ് ഓഫ് IMF. She says that 21st century faces many challenges. Women empowerment is the greatest challenges in the century. Women should play a great economic role in modern world. Half of population is women, but their economic contribution is less than 50%. Then in many countries per capita income is very low. We can change the situation with 3 L's of women empowerment, learning, labor and leadership. അത് നമ്മുടെ വുമൻസ് 50%ഓളം അധികമാണ് എങ്കിലും വരെ കോൺട്രിബ്യൂഷൻ ലെസ് ദാൻ 50% ആണ്. അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക 3 L'iലൂടെയാണ്. ഇതൊക്കെയാണ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേണിങ്ങിൽ നിങ്ങൾ എഴുതേണ്ടത്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് വുമൺ എംപവർമെൻറ്റ്. എഡ്യൂക്കേഷൻ ആണ് ഫൗണ്ടേഷൻ ഓഫ് എനി ചേഞ്ച്. ലേണിംഗ് ഹെൽപ്സ് വുമൺ ടു ബ്രേക്ക് ദ ചെയിൻസ് ഓഫ് exclusion and discrimination. Education helps the woman to realize their power. It helps the woman to know about their rights and duties. Education makes women self-sufficient. It helps realize to potentialities and abilities. And ഒരു ആഫ്രിക്കൻ എഡേജ് സേസ് ചെയ്യുന്നത്, അതായത് ഒരു ആഫ്രിക്കൻ എഡേജ് പറഞ്ഞതാണ്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. അത് ഈ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. അതായത് സ്പീച്ചിലും റൈറ്റപ്പിലും മെസ്സേ റൈറ്റിങ്ങിലും ഇപ്പോൾ വുമൻസ് എംപവർമെൻറ്റിനെ കുറിച്ചിട്ട് എന്ത് ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ ലേബർ എന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റെപ്പാണ്. ഇപ്പോൾ ലേണിംഗ് കഴിഞ്ഞാൽ നമുക്ക് ലേബർ അല്ലേ. ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദ ട്രൂ പൊട്ടൻഷ്യൽ, മേക്ക് കെയർ എക്കണോമിക് ഇൻഡിപെൻഡൻറ്റ് അല്ലേ. വുമൻസ് ഗെറ്റ് ഓൺലി ലോ വേജ്, ലോ സ്റ്റാറ്റസ്, ലോ സെക്യൂരിറ്റി അറ്റ് ജോബ്. ദേ ഷുഡ് ബി ചേഞ്ച് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അങ്ങനെ എക്കണോമിക് റോൾ ഓഫ് വുമൺ വിൽ ഇൻക്രീസ് വിത്ത് പെർ ക്യാപിറ്റൽ ഇൻകം ഓഫ് എ കൺട്രി. അപ്പോൾ പിന്നീട് നമ്മൾ ലേബറിലേക്ക് വന്നു. ലീഡർഷിപ്പിൽ പറയുന്നത് തേർഡ് സ്റ്റെപ്പ് ഈസ് ലീഡർഷിപ്പ്. വുമൺ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. ഇറ്റ് ഹെൽപ്സ് വുമൺ ടു മേക്ക് ഗുഡ് ഡിസിഷൻസ് ആൻഡ് ബേസ്ഡ് ഓൺ കോൺസെൻസസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, കമ്പാഷൻ, സസ്റ്റൈനബിലിറ്റി. ഇതൊക്കെ വെച്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ വുമണിന് ഏറ്റവും വലിയ ഇഷ്യൂ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. അതായത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ദേ ഷുഡ് ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ്. ദേ ഷുഡ് ബി റെഡി ടു കം ഔട്ട് ഫ്രം കംഫേർട്ട് സോൺ. അവരുടെ ഒരു കംഫേർട്ട് സോണിൽ നിന്ന് അവർ പുറത്തേക്ക് വരണം. റെഡി ടു ഫേസ് ചലഞ്ചസ്. ദേ ഷുഡ് മേക്ക് ഡിഫറെൻറ്റ് ഇൻ ദ വേൾഡ്. ഇഫ് വി ഡയർ ദ ഡിഫറെൻറ്റ് വിൽ ഡെലിവർ. ഈ ഒരു സെൻറ്റൻസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വുമൻ്റെ ടോപ്പിക്കിൽ എഴുതാം. ദെൻ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് പോയം ബൈ കാതറിൻ ടിനൻ, എനി വുമൺ. This poem is written by Catherine Tynan, an Irish poet. The poem is about the importance of mother in a family. അതായത് പ്ലേസ് ഓഫ് വുമൺ ഇൻ എവറി ഫാമിലി. ദ പോയറ്റ് സ്പീക്സ് ഫോർ എവറി വുമൺ ഇൻ എ ഫാമിലി. ഷീ ഈസ് ദേർസ് ദാറ്റ് മദർ ഈസ് ദ പില്ലർ ഓഫ് ദ ഹൗസ്, കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച്, ആൻഡ് ഇൻ ഹർ ആബ്സെൻറ്റ് ദ whole family will be ruined. Thus the woman gives strength to the family stay together. The woman is the most important person in the family. She cannot be replaced. Woman provide heat and light to the family. അതായത് വിത്തൗട്ട് വുമൺ ആൻഡ് വിത്ത് വുമൺ ആണ് ഇവിടെ പറയുന്നത്. വിത്ത് വുമൺ എന്ന് പറയുമ്പോൾ വീടെന്ന് പറഞ്ഞാൽ ലൈറ്റാണ്, ആർച്ചാണ്. വിത്തൗട്ട് വുമൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് കോൾഡ് ലൈക്ക് എ സ്റ്റോൺ ആണ്. ചിൽഡ്രൻസിന് ലൈറ്റ് ഓഫ് ലവ് കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വുമണാണ്. വാം ആൻഡ് കംഫേർട്ട് കൊടുക്കുന്നത് ചിൽഡ്രൻസിന് വുമണാണ്. പിന്നെ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ, ലവ് റിങ്ങിൻ്റെ ഉള്ളിലാണ് വുമൻസിന് ഹോമിനെ അവൾ ടേക്ക് കെയർ ചെയ്യുന്നത്. ദേ പ്രൊട്ടക്ട് വിത്തിൻ ദ സേക്രഡ് റിങ്, സോ ചിൽഡ്രൻ വിൽ നെവർ വാണ്ടർ എവേ. വുമൺ വേക്സ് അപ്പ് ദ എൻറ്റയർ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. റൂഫ് മുതൽ ഫ്ലോർ വരെ എൻറ്റയർ മേക്കപ്പ് നടത്തുന്നത് നമ്മുടെ വുമൻസ് ആണ്. ഷീ ഡെക്കറേറ്റ് ദ വാൾസ്, പിൻ കർട്ടൻസ്, ബെഡ് ഓഫ് ചിൽഡ്രൻസ്. ഷീ പ്രൊട്ടക്ട് ദ ഫാമിലി ഫ്രം ഡേഞ്ചേഴ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. ലാസ്റ്റിലെ ഷീ പ്രേ ടു ദ ഇൻഫൻറ്റ് ജീസസിന് പ്രേ ചെയ്യുന്നത്. ഇറ്റ് പ്രേസ് ദാറ്റ്
God to give her life on earth as long as her children need her support. അതായത് ചിൽഡ്രൻസിന് അവളെ സപ്പോർട്ട് വേണ്ട എന്നുള്ള ആ ഒരു കാലഘട്ടം വരെയെങ്കിലും ഗോഡിനോട് അവളുടെ ലൈഫ് സെറ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതൊരു പോയം കംപ്ലീറ്റ്ലി സെയിങ്സ് എബൌട്ട് അവർ ഫാമിലീസ്. അതായത് മദർ പ്ലേസ് ഓൺ അവർ ഫാമിലി, നമ്മുടെ ഫാമിലിയിലെ മദറിൻ്റെ പ്ലേസാണ് പറയുന്നത്. മൊത്തത്തിൽ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്രീസിയേഷൻ എഴുതാം. കംപ്ലീറ്റ്ലി വിത്തൗട്ട് അവർ മദർ എന്താണ് സംഭവിക്കുക, മദറിൻ്റെ ലേറ്റും ലവും ഒരുപാട് മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇവിടെ. കമ്പയർ ദ വുമൺ വിത്ത് മെനി മെറ്റഫേഴ്സ്, ഒരുപാട് മെറ്റഫേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ പോയിറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്താൽ, അതായത് ആർച്ചാന്നും ഫ്ലോർ ടു റൂഫ് വരെയുള്ള ഓൾറൗണ്ടറാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ഡിക്ലറേഷൻ ഓഫ് വുമൺഹുഡ് ആൻഡ് സെലിബ്രേഷൻ ഓഫ് മദർഹുഡ് ഓൾസോ അല്ലേ, മദർഹുഡാണ് മെയിനായിട്ട് പറയുന്നത്. ദെൻ മൂന്നാമത്തെ പാഠം ഉണ്ടായിരുന്നു ആശാപൂർണ ദേവിയുടെ ഷോർട്ട് സ്റ്റോറിയാണ്. അതായത് ഓരോ എന്താ പറയുക ചാപ്റ്ററും പോയാണോ ഷോർട്ട് സ്റ്റോറി ആണോ അനക്ഡോട്ടാണോ നമുക്കറിയണം. ഇപ്പോൾ നമ്മളൊരു പോയം ഒരു സ്പീച്ചും കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റോറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാച്ച് ബോക്സ് ദ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ഫേമസ് ബംഗാളി റൈറ്റർ ആശാപൂർണ ദേവി. ദ സ്റ്റോറി ഓതർ കമ്പയർ ദ വുമൻ ടു ദ മാച്ച് ബോക്സ് അല്ലേ. സ്റ്റോറി കംപ്ലീറ്റ് നമുക്ക് ആ നെയിം കേട്ടാൽ തന്നെ അറിയാം. The matchbox have a potential light up everything into fire, but in appearance they are weak and harmless അല്ലേ. അതായത് ഒരു മാച്ച് ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ചെറിയൊരു തീപ്പെട്ടിക്കൊള്ളി ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് കത്തി ജ്വലിപ്പിക്കാൻ കഴിയും, ഒരുപാട് ഭാഗങ്ങൾ കത്തിക്കാൻ പറ്റും. പക്ഷേ അപ്പിയറൻസ് കാണുമ്പോൾ നമ്മളത് യൂസ് ചെയ്യണമല്ലേ, അതിങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുമ്പോൾ അത് വീക്കാണ്. ഇറ്റ് ഈസ് ദ സെയിം വിത്ത് വുമൺ ഓൾസോ. ദേ സിറ്റ് അറൗണ്ട് വീക്ക് ആൻഡ് ഇന്നസെൻറ്റ് വിത്തൗട്ട് ഹാമിങ് എനിവൺ. അതായത് വുമൺസ് അങ്ങനെയാണ്, അവരുടെ പൊട്ടൻഷ്യൽസ് ഒന്നും പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ അവർ ഒരാൾക്കും ദോഷം ചെയ്ത് അങ്ങനെയിരിക്കും. നോമിത ആൻഡ് രജിത്ത് ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ദേ ലിവിംഗ് ഇൻ എ ജോയിൻറ്റ് ഫാമിലി. Nomida's mother always writes letter to her. Ajit has a habit of opening and reading a letter without her permission. Nomida disliked his ugly habit of Ajit. One day she was collecting dirty clothes for the washerman. Then she finds the crumpled letter in Ajit's pockets. Nomida becomes angry and quarrels with Ajit. Out of anger, she lights matchstick and burns her sari. Ajit jumps to her side and put out the fire. Her niece comes to the room and informs her that washerman has been waiting for her. She goes downstairs to meet the washerman. Her elder sister-in-law notices the burnt sari and asks about it. She tells a lie that it happened because of her carelessness. She tells that she lifted a hot pot of water off stove with her sari. She doesn't reveal the real character of Ajit in front of his family members. അതായത് ഒരു വലിയ കഥേനെ ചുരുക്കി കൊടുത്തിരിക്കുകയാണ് അല്ലേ. അജിത്ത് നൊമിതയുടെ ലെറ്റർ വായിച്ചതും അത് നൊമിത അറിഞ്ഞിട്ട് അജിത്തിനോട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതും ദേഷ്യം വന്നിട്ട് സ്വന്തം സാരി കത്തിക്കതും, അതുപോലെ തന്നെ പിന്നീട് ആ ദേഷ്യം ശമിച്ചപ്പോൾ അവളുടെ ജോലികളിൽ ഇടപെട്ട് പോയതും, സിസ്റ്ററിലോ കണ്ടപ്പോഴും ചോദിച്ചപ്പോൾ അത് ഉണ്ടായ സംഭവങ്ങളൊന്നും പറയാതെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ് Nomida. Women always keep calm and quiet in their home without destroying men's real nature. അതായത് സ്വന്തം ഭർത്താവിൻ്റെ ആണുങ്ങളുടെ റിയൽ പിക്ചർ പുറത്ത് കൊണ്ടുവരാതെ എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് ക്വൈറ്റ് ആൻഡ് കീപ് കാം ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ചെറിയ മൊമെൻറ്റിൽ ഷി വിൽ ബേൺ അല്ലേ, അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ മാച്ച് ബോക്സ് എന്ന് പറയുന്നത് സ്ത്രീകളോട് എന്തുകൊണ്ടാണ് മാച്ച് ബോക്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുള്ള റീസൺ നിങ്ങൾക്കിത് പറയാം. ഓക്കെ, ദെൻ ലെസൺ 4 എന്ന് പറയുന്നത് സുധാമൂർത്തി ഹൊറിഗെല്ലു. ഇറ്റ് ഈസ് എ നെനക് ടോക്ഡ് ബൈ സുധാമൂർത്തി. ലിറ്ററലി ഹൊറിഗെല്ലു മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബിയർ വെയിറ്റ്. അത് സ്റ്റോൺ ബെഞ്ചിനെയാണ് നമ്മൾ ഹൊറിഗെല്ലു എന്ന് പറയാം, വെയിറ്റ് താങ്ങാൻ കഴിയുന്ന ഒരു സ്റ്റോൺ ബെഞ്ച്. ഇറ്റ് ഈസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോൺലി ഓവർ 2 vertical zones. Anyone can sit it on and take rest. They can chat with their fellow traveler and exchange news of the road. The story tells us about the importance of Horigellu in one's life. And Horigellu is an essential in everyone's life. Horigellu helps to put down our burden and take rest. It helps refresh our mind and regain our strength. Thus, we can carry the loads once again. In the story, the narrator presents 2 human Horigellu, grandfather and Ratna. അല്ലേ, ഹൊറിഗെല്ലു എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതായത് വഴിയിൽ യാത്രക്കാർക്കെല്ലാം ഒരു ഇരിക്കാൻ പറ്റാവുന്ന ബെഞ്ചിൻ്റെ രൂപത്തിലുള്ള ഒരു സ്റ്റോൺ ബെഞ്ച് പോലത്തെ ആയിട്ടാണ് ഹൊറിഗെല്ലു. അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാം, അങ്ങനെ ഉള്ളൊരു സംഭവമാണ് ഒരു ബെഞ്ച് അല്ലെ. നമുക്ക് കുറച്ച് നേരമൊക്കെ ഒന്നിരുന്ന്
സ്ട്രെങ്ത് ആയിട്ട് തിരിച്ചു വരാം. അതേപോലെ ഒരു ഹ്യൂമൻ ഒറിജിനിലുമാണ് രത്നയും ഗ്രാൻഡ് ഫാദറും. അതായത് ഇതേപോലെ നമ്മളെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പറ്റിയ രണ്ട് ഹ്യൂമൻസ്. ഗ്രാൻഡ് ഫാദർ വാസ് എ ടയർഡ് സ്കൂൾ ടീച്ചർ. ഹി യൂസ്ഡ് ടു സിറ്റ് അണ്ടർ ദ banyan tree and listen to the worries of travelers. The villagers talked about their daily lives and worries. Listening to them, he refreshed and relaxed their mind. Ratna was a colleague of Sudhamuthi. She was a senior clerk. She was always cheerful. അതായത് രത്ന രണ്ടുപേരും രണ്ട് കാറ്റഗറി ഓഫ് ഇതാണ് നമുക്ക് അവതരിപ്പിക്കുന്നത്. അതായത് ഗ്രാൻഡ് ഫാദർ ഒരു വില്ലേജറിൻ്റെ ഒരു പ്രതിനിധിയും രത്ന എന്ന് പറയുന്നത് ഒരു കൊളീഗിലാണ്. അപ്പോൾ സീനിയർ ക്ലർക്കാണ് രത്ന, ചെയർഫുൾ ആണ്, മറ്റുള്ളവരുടെ പ്രോബ്ലംസ് എല്ലാം കേൾത്ത് ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ അവരെ സമാധാനിപ്പിച്ച് ക്ഷമയോടെ മറ്റുള്ളവരെ കാര്യങ്ങൾ കേൾക്കാമെന്ന് പറയുന്നതിന് ഇത്രയും വലിയ കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്ന രണ്ട് ഹ്യൂമൻ ഒറിജിനിൽസ്. ദെൻ പിന്നീടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് യൂണിറ്റിലെ മെൻറ്റിംഗ് വാൾ. ഇറ്റ് ഈസ് എ സിംബോളിക് പോയം. ഒരു സിമ്പിൾ വെച്ചിട്ട് അതിനെപ്പറ്റി പോയം പറയാം. അതായത് മെയിൻ സിമ്പിൾ എന്ന് പറയുമ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആണ് പോയം. മെയിൻ സിമ്പിൾ ഈസ് വാൾ. ദ പോയം റൈസസ് ദ ക്വസ്റ്റ്യൻ വെദർ ദ വാൾ ഈസ് നെസസറി ടു കീപ് ഗുഡ് റിലേഷൻഷിപ്പ്. ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെമ്മരിൻ്റെ ആവശ്യമുള്ള ഒരു മതിൽ ആവശ്യമാണോ എന്നാണ് പോയം ചോദിക്കുന്നത്. ദ പോയറ്റ് റെപ്രസെൻറ്റ് ടു ഡിഫറെൻറ്റ് വ്യൂസ് ഇൻ ദ പോയം. ദ സ്പീക്കർ ആൻഡ് ഹിസ് നെയ്ബർ ഹാവ് ഡിഫറെൻറ്റ് വ്യൂസ് അബൌട്ട് ദ വാൾസ്. സംസാരിക്കുന്ന സ്പീക്കർ അതായത് പോയറ്റും പോയറ്റിൻ്റെ നെയ്ബറും രണ്ട് തരം അഭിപ്രായമുള്ളവരാണ്. The poet against the wall, he says that even nature dislike wall, so something mysterious in the nature always destroy the wall. Hunters in search of rabbits also destroy. അതായത് നേച്ചറിന് പോലും ഇഷ്ടമല്ല നമ്മുടെ അതായത് നെയ്ബറിൻ്റെയും പോയറ്റിൻ്റെയും ഇടയിൽ ഈ ഒരു മതിൽ വരുന്നത്. ബിക്കോസ് ഒരുപാട് തവണ മതിലുകൾ നാശമാവുന്നുണ്ട്. റാബിറ്റായിട്ടും ഒരു സീസണൊക്കെ വരുമ്പോൾ നേച്ചർ തന്നെ വെറുക്കാണ് ആ മതിലിനെ അവിടെ എന്നാണ് പറയുന്നത്. ദ പോയിറ്റ് ആസ്ക് ദ ക്വസ്റ്റ്യൻ നെസസിറ്റി ഓഫ് സച്ച് വാൾ ബിറ്റ്വീൻ ദെയർ പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസിൻ്റെ ഇടയിൽ എന്തിനാണ് ഈ ഒരു വാൾ? അപ്പോൾ സെവറൽ ആർഗ്യുമെൻറ്റ് പറയുന്നുണ്ട് നെയ്ബേഴ്സ്. നെയ്ബർ പറയുന്നത് കൗസ് ഇല്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി നശിപ്പിക്കാൻ ആരുമില്ലല്ലോ, ആപ്പിൾ ട്രീ അവിടെയുണ്ട്, പൈൻ കോൺസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ കുറച്ച് സെൻസുകൾ പറയുന്നുണ്ട്. ദ നെയ്ബർ സീസ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകളാണ് നല്ല ആൾക്കാരെ സൃഷ്ടിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ പോയം അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, എക്സ്പ്ലെയിൻ. അതായത് സം ലിമിറ്റ് വേണം. നെയ്ബേഴ്സ് തമ്മിൽ ഒരുപാട് ലിമിറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രൈവസി ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ. അൺലിമിറ്റഡ് ഫ്രീഡം നമ്മൾ നെയ്ബേഴ്സിന് കൊടുക്കും. ഇത് ഡിസ്ട്രോയ് ദ റിതം ആൻഡ് ഹാർമണി ഓഫ് ലൈഫ്. സോ ഗുഡ് ഫെൻസസ് ആർ എസെൻഷ്യൽ ഫോർ കീപ്പിംഗ് വൺസ് ഓൺ പ്രോപ്പർട്ടി വെൽ. ഫെൻസസ് സ്ട്രെങ്തൻ ദ ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ രണ്ട് നെയ്ബേഴ്സ് തമ്മിൽ ഒരുപാട് ക്വാറൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഇല്ലാതാക്കാനുള്ള കഴിവും മതിലുകൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയാണ് ആ ഒരു പോയം. അതിൻ്റെ സമ്മറി ഒന്ന് ജസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കുക. നമ്മൾ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് പഠിക്കാം. ദെൻ അമിഗോ ബ്രദേഴ്സ് ഒരു സ്റ്റോറിയാണ് ബൈ പിറി തോമസ്. അവിടെ രണ്ട് ബ്രദേഴ്സുകളായ, അതായത് ഫ്രണ്ട്സ് ലൈക്ക് ബ്രദേഴ്സ്, രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സുകളായ ആൻറ്റോണിയോ ക്രൂസ് ആൻഡ് ഫിലിക്സ് വർഗേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. They were the best boxers of their boys' club. They were 17 years old friends. They were grown up together and dreamed together. എല്ലാം ഒരുമിച്ചാണ്. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. ആൻറ്റോണിയോ വാസ് ഫെയർ ആൻഡ് ലീൻ ലാങ്കി. ഫിലിക്സ് വാസ് ഷോർട്ട് ഡാർക്ക് ഹസ്കിയാണ്. ആൻറ്റോണിയോ ഹാഡ് ലോങ് ഹെയർ ഫെയിലിംഗ് ഓവർ ഇൻ ഐസ്. ഫിലിക്സ് വാസ് ഹിസ് ബ്ലാക്ക് ഹെയർ ഓൺ ആൻ afro style. Felix weight 134 pounds, Antonio 133. One day they learned that they will have to face each other in a divisional final. The winner can represent Golden Glove Championship tournament. They sense something starting come between them. A question of friendship is and championship arises between them. Friendship ആണോ ചാമ്പ്യൻഷിപ്പ് ആണോ വലുതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. However, they decided to forget their friendship and while fight each other with passion, they decided to split and practice individually till the flight over. പിന്നീട് എന്താ പറയുക, ഒരുപാട് ഇവർ ഫൈറ്റ് ചെയ്യാനൊക്കെ തീരുമാനിച്ചു. ആൻറ്റോണിയ ഓൺ പ്ലേസിൽ നിന്ന് ഫൈറ്റ് ചെയ്യാനും ഓരോ ഫൈറ്റിന് ശേഷം ഒരുപാട് വിറ്റ്നസിൻ്റെ മുന്നിൽ അവർ മാച്ച് വന്നപ്പോൾ ബോത്ത് ബോക്സേഴ്സ് ഫൗട്ട് ദെയർ ഹാർഡസ്റ്റ് ഇൻ ഓൾ ദ 3 rounds. ഫസ്റ്റ് റൗണ്ട് വാസ് ഓവർ പവേർഡ് ബൈ ആൻറ്റോണിയോ, സെക്കൻഡ് വാസ് ഓവർ പവേർഡ് ബൈ ഫെലിക്സ്, തേർഡ് റൗണ്ട് വാസ് മോസ്റ്റ് ടെറിബിൾ. അങ്ങനെ തേർഡ് റൗണ്ടിലെത്തിയപ്പോൾ ടെറിബിൾ സിറ്റുവേഷൻ ആയിരുന്നു. ദ ഓഡിയൻസ് വാസ് എഫ്രൈഡ് വെദർ ഇറ്റ് വാസ് എ ഫൈറ്റ് ഓർ ഡെത്ത് ഇൻസ്റ്റെഡ് ഓഫ് ബോക്സിംഗ് ചാമ്പ്യൻ. തേർഡ് സ്റ്റേജിലെത്തിയപ്പോഴേക്കും ഇവർ ആ ഒരു ബോക്സിങ് കണ്ടിട്ട് കാണുന്ന വ്യൂവേഴ്സ് പോലും ഒരുപാട് എന്ത് സംഭവിക്കുകയാണ്, ഒരുപാട് ടെൻഷനായി എന്നാണ് പറയുന്നത്. ദേ ഇഗ്നോർഡ് ലാസ്റ്റ് ബെൽ ആൻഡ് കണ്ടിന്യൂഡ് ഫൈറ്റ്. ലാസ്റ്റ് ബെല്ലിന് ശേഷം ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തു. ഫൈനലി ലീവ് ദ റിംഗ് ആം ആൻഡ് ഇൻ വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. റിസൾട്ട് വരുന്നതിനേക്കാൾ മുന്നേ 2 പേരും ആ റിങ് ഇട്ട്
പുറത്ത് പോവാണ്. നോ മാറ്റർ വാട്ട് ദർ ഡിസിഷൻ ദേ നോ ദേ വുഡ് ഓൾവേസ് ബി ചാമ്പ്യൻ ടു ഈച്ച് അതർ. അതായത് അവർക്ക് ആ ഡിസിഷൻ ആയിരുന്നില്ല വലുത്, അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് അവിടെ വിജയിച്ചതെന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദെൻ ദ അവർ ഓഫ് ട്രൂത്ത്, അതർ ചാപ്റ്റർ, പേഴ്സിവൽ വിൽഡെ. ഇതൊരു സൈക്കോളജിക്കൽ സ്റ്റഡി ഓൺ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസിങ് മണി ഓൺ പീപ്പിൾ. അതായത് ഇവിടെ പീപ്പിൾസിൻ്റെ മേലുള്ള ജസ്റ്റിസ്, ഓണസ്റ്റിയൊക്കെയാണ് ഇവിടെ പറയുന്നത്. വൺ ആക്ട് പ്ലേ ആണ്, റിട്ടൺ ബൈ അമേരിക്കൻ പ്ലേ റൈറ്റർ പേഴ്സിവൽ വിൽഡെ. സെൻട്രൽ ക്യാരക്ടർ റോബർട്ട് ബാൾവിൻ, ഗ്രേഷ്യംസ്, ജോൺ ഏവ്, മാർത്ത അവരൊക്കെയാണ്, മാർഷലൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ്. റോബർട്ട് ബാൾവിൻ്റെ ഒരു ഹോണസ്റ്റ് പേഴ്സൺ ആണ്, വെർച്വസ് പേഴ്സൺ ആണ്. ഗ്രേഷ്യം വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് ഫോർ misappropriation of depositors' money. Baldwin was the only witness against Gresham. He offered Mr. Baldwin $100,000 as bribe to say that there are അതായത് പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ ബ്രൈബ് കൊടുക്കുകയാണ് ഗ്രേഷ്യം. ഹിസ് ഫാമിലി ഫോഴ്സ്ഡ് ഹിം ടു ആക്ട് അഗെയിൻസ്റ്റ് ഗ്രേഷ്യം. ഹി ഓഫേർഡ് മിസ്റ്റർ ബാൾവിൻ $100,000 as bribe to say that there are അതായത് പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ ബ്രൈബ് കൊടുക്കുകയാണ് ഗ്രേഷ്യം. ഹിസ് ഫാമിലി ഫോഴ്സ്ഡ് ഹിം ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി ബട്ട് ബാൾവിൻ വാസ് ഓണസ്റ്റ് ആൻഡ് സ്റ്റുഡ് ഫോർ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. ഹി വാസ് റെഡി ടു സ്പീക്ക് അഗെയിൻസ്റ്റ് ഗ്രേഷ്യം അറ്റ് ദ കോർട്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി പ്ലേ ഗ്രേഷ്യം കൺഫസ്ഡ് ഹിസ് മിസ്റ്റേക്ക്. ഗ്രേഷ്യം കൺഫസ് ചെയ്യുന്നതും ഒപ്പം മാർഷലിനെ വേറൊരു ജോലി ശരിയാക്കുന്നത്, അതായത് മിസ്റ്റർ മാർഷൽ വന്നിട്ട് റോബർട്ട് ബാൾവിന് വേറൊരു ജോലി ശരിയാക്കുന്നതൊക്കെയാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുക്കുന്നതോട് കൂടി ആ സ്റ്റോറി അവസാനിക്കുകയാണ്. ഇറ്റ് വാസ് എ റിവാർഡ് ഫോർ ഹോണസ്റ്റി. ദെൻ പിന്നീട് ഒരു ഇൻ്റർവ്യൂ ആണ്, 3 വീൽഡ് റെവല്യൂഷൻ. ഓക്കെ, ഓരോന്നിൻ്റെയും ചാപ്റ്റർ നെയിം പഠിക്കാം. ഇൻ്റർവ്യൂ വിത്ത് ഇർഫാൻ ആലം. ഇർഫാൻ ആലത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ്. ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ. സമ്മാൻ ഫൗണ്ടേഷൻ്റെ മെയിൻ ഫൗണ്ടറാണ്, സോഷ്യൽ എൻ്റർപ്രണറാണ്, പിന്നെ TV ഷോ ആയ ബിസിനസ് ബാസിഗറിലെ വിന്നറാണ്. ഇർഫാൻ പുട്ട് ഫോർവേഡ് ബിസിനസ്, പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് കൊണ്ടുവന്ന വ്യക്തിയാണ്. റിക്ഷോ പുള്ളേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയ റിക്ഷോ പുള്ളേഴ്സിന് വേണ്ട കംപ്ലീറ്റ് ഹെൽപ്പ് കൊടുത്ത വ്യക്തിയാണ്. സമ്മാൻ ഒഫീഷ്യലി ഫൗണ്ട് ഇൻ 2007. ഹി സ്റ്റാർട്ടഡ് സമ്മാൻ ആസ് എ സെമി പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പ്രോഫിറ്റ് അല്ല അവരുടെ മെയിൻ ലക്ഷ്യം, വെൽഫെയർ ആണ്, സോഷ്യൽ വെഞ്ചറാണ്. സമ്മാനിനെ റിക്ഷോ പുള്ളിങ് സെക്ടർക്കും അവരുടെ ലൈവ്ലിഹുഡിനും അവരെ ഒരുപാട് കാര്യങ്ങൾക്കും ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അത്രയൊക്കെയാണ് സമ്മാനിനെ കുറിച്ച്. സമ്മാനം റിക്ഷോ പുള്ളേഴ്സിന് ബാങ്ക് ലോൺ കൊടുക്കുന്നു, എപ്പൗട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലാതെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. റിക്ഷോ പുള്ളേഴ്സിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഇർഫാൻ ആല അവിടെ റെഡി ആവുകയാണ് ഈ സമ്മാനിലൂടെ. സോ അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഇവിടെ ഇർഫാൻ ആലത്തിന് സാധിച്ചിരിക്കുകയാണ്. സോ അത്രയും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു സോഷ്യൽ എൻ്റർപ്രണറാണ്. ദിദി എന്ന് പറയുന്നത് ഷഹീൻ മിസ്ട്രിയുടെ ഒരു ട്രൂ സ്റ്റോറി ബേസ്ഡ് നരേഷനാണ്. നരേഷൻ ബൈ ഹിംസെൽഫ്, നമ്മളെ പറ്റി തന്നെ പറയാം. So it is a Shaheen mystery which is narrated by herself. Describe how she identified her mission of life. ഇതും നമുക്ക് വേണമെങ്കിൽ ഒരു സോഷ്യൽ എന്താ പറയുക സോഷ്യൽ സർവീസ് പോലെ കാണാം. അതായത് ഇവിടെ ഷഹീൻ മിസ്ട്രി എന്ന് പറയുന്നത് സ്ലം ചിൽഡ്രൻസിനെ ഒരുപാട് എഡ്യൂക്കേഷന് വേണ്ടി പോരാടിയ വ്യക്തിയാണ്. അതായത് ഓപ്പർച്യൂണിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഷി വാണ്ടഡ് ടു ഡു സംതിങ് ഫോർ ദിസ് ചിൽഡ്രൻ വിത്ത് ദ പെർമിഷൻ ഓഫ് ഫ്രം ഹർ പാരൻസ് ആൻഡ് സ്റ്റേഡ് ഇൻ ഇന്ത്യ. ഒരുപാട് അഡ്മിഷൻ നോക്കുകയും അതുപോലെ തന്നെ ഷി വാണ്ട് ടു ടേക്ക് കെയർ ഓഫ് ദ പുവർ ചിൽഡ്രൻ ആൻഡ് എഡ്യൂക്കേറ്റ് ദം. ആൻഡ് ഓൾസോ ഷി ഫൗണ്ട് എ സിസ്റ്റം കോൾഡ് ആകാംക്ഷ ടു എഡ്യൂക്കേറ്റ് ദ ചിൽഡ്രൻ. ആകാംക്ഷ അവിടെ സമ്മാനാണ്, ഇവിടെ ആകാംക്ഷയാണ്. അലോങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം വോളണ്ടിയേഴ്സ് ഷി തോട്ട് ദ ബേസിക് ഇംഗ്ലീഷ് ആൻഡ് മാത്സ്. ഷി പ്രൊവൈഡഡ് ദ വാല്യൂ സെൽഫ് എസ്റ്റീം. അല്ലേ, ഒരു പ്രതിഫലവും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തു കൊടുക്കുക. സ്ലം ചിൽഡ്രൻസിന്, അതായത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കാൻ പറ്റാത്ത സ്റ്റുഡൻസിന്. ഓക്കെ, അപ്പോൾ ആകാംക്ഷ, സമ്മാൻ, ഷഹീൻ മിസ്ട്രി, ഇർഫാൻ ആലക്കറിയാം. ദെൻ സ്റ്റാമർ, ഇതും ഒരു പോയാണ് ബൈ സച്ചിദാനന്ദൻ. ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ കെ സച്ചിദാനന്ദൻ, ഫേമസ് ഇന്ത്യൻ പോയിറ്റ്. അതായത് സ്റ്റാമർ എന്ന് പറയുന്നത് വിക്കാണ്. ഇറ്റ്സ് നോട്ട് എ ഹാൻഡിക്യാപ്പ് ഓർ ഡിസബിലിറ്റി, ഇറ്റ് ഈസ് ഓൺലി എ ഡിഫറെൻറ്റ് മോഡ് ഓഫ് സ്പീച്ച് എന്നാണ് പറയുന്നത്. ദ പോയിറ്റ് ഡിഫൈൻ ദ സ്റ്റാമർ ആസ് എ സൈലൻസ് ഫോൾ ബിറ്റ്വീൻ വേർഡ് ആൻഡ് ഇറ്റ്സ് ഡീഡ്. അതുപോലെ തന്നെ ലെയിംലെസ് ആണ്. ലെയിംലെസ് എന്ന് പറഞ്ഞാൽ സൈലൻസ് ബിറ്റ്വീൻ വേർഡ് ആൻഡ് ആക്ഷൻ. ദെൻ ഗോഡിനും ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തെ ഈ സ്റ്റാമർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പോയാണ്. ഒരു എന്താ പറയുക ഡിഫറെൻറ്റ് മീനിങ്സ് ആണ്, പല രീതിയിലാണ് നമുക്ക് ഈ പോയം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, പല ആൾക്കാർക്കും പല രീതിയിൽ വ്യൂ പോയിന്റ് നമുക്ക് ഈ പോയത്തിനെ കാണാൻ സാധിക്കും. അങ്ങനെ ഇതിൻ്റെ ഒരു സമ്മറി നിങ്ങൾ പഠിച്ചിരിക്കണം, അപ്രീസിയേഷൻ. നെക്സ്റ്റ്, വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. അവിടെ പറയുന്നത് ഫസ്റ്റ് വൺ ഒരു എന്താ പറയുക നോബൽ പ്രൈസ് കിട്ടുന്ന സമയത്ത് വാങ്കരി മാത്ത, അതായത് ഒരു കെനിയൻ ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം. ഷി വാസ് എ അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ 2004. ആ സമയത്ത്
വാങ്കരി മാത്തൈ ഡെലിവേർഡ് എ സ്പീച്ച്. ആ സ്പീച്ചാണ് ഇവിടെ ഉള്ളത്. ഷീ ഫൗണ്ടഡ് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് 1977 ആൻഡ് മൂവ്മെൻറ്റ് ഗിവ് ഇമ്പോർട്ടൻസ് ടു പ്ലാന്റിങ് ഓഫ് ട്രീസ് ആൻഡ് വുമൺ റൈറ്റ്. വുമൻസിനെയും എൻവയോൺമെൻറ്റിനെയും കൂടി ഒരുമിച്ച് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു അത് സ്പീച്ച്. ഫോറസ്റ്റുകളെല്ലാം കൺസർവ് ചെയ്തതും വാട്ടർ സേവ് ലൈഫ് ഓൺ എർത്ത് ട്രീസ്, അതായത് ഫുൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആണ് പറയുന്നത്. അപ്പോൾ ഇൻ ഹെർ ഒപ്പീനിയൻ എൻവയോൺമെൻറ്റൽ ഡാമേജ് എഫക്ട് ദ വുമൻ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു സ്റ്റോറി. ദെൻ ഇൻ്റർവ്യൂ വിത്ത് വാങ്കരി മാത്തയെ ചോദിക്കുമ്പോൾ വാട്ട് ഇൻസ്പയർ ടു ഡു വർക്ക് ആസ് എൻവയോൺമെൻറ്റ് മാഡം. അപ്പോൾ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ഒബ്സർവേഷൻ ഒക്കെ ആയിരുന്നു. റോൾ മോഡൽ ആരാണ്, മെസ്സേജ് ടു ന്യൂ ജനറേഷൻ ആൻഡ് പ്ലാൻ ട്രീസ്, എന്തുകൊണ്ടാണ് പ്ലാൻ ട്രീസ് എന്ന് പറയുന്നത്. ദെൻ റൈസ് എന്ന് പറയുന്നത് ഒരു പോയ തന്നെയാണ്. ഇറ്റ് ഈസ് ബൈ എ സാറ്റയർ റിട്ടേൺ ബൈ ചെമ്മനം ചാക്കോ, ദ ഫേമസ് മലയാളം പോയിറ്റ്. ഇതിലെ മെയിനായിട്ട് ഡ്രീംസ് ഓഫ് എ സൈറ്റ് ഓഫ് കേരള, അതായത് കേരളത്തിൻ്റെ പണ്ടത്തെ കഥകളൊക്കെ മാറി ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് നാട്ടിലെത്തിയ പോയിറ്റിൻ്റെ ഒരു ഞെട്ടലാണ് ഈ സ്റ്റോറി, ഈ ഒരു പോയം. പാഡി ഫീൽഡ് എല്ലാം റീപ്ലേസ്ഡ് ബൈ ടോൾ റബ്ബർ ട്രീസ്. ദ റബ്ബർ ഷീറ്റ് മെഷീൻ വാസ് ഫിക്സ്ഡ് അറ്റ് ഹോം. ഫാദർ സീസ് എ സ്മൈൽ ആൻഡ് ഇൻട്രസ്റ്റഡ് ഇൻ പാഡി കൾട്ടിവേഷൻ. റബ്ബർ ഗീവ്സ് മോർ മണി. യങ്ങർ ബ്രദർ വാസ് കമ്മിങ് ഫ്രം ദ റേഷൻ ഷോപ്പ് വിത്ത് വീറ്റ്, അതായത് വീറ്റൊക്കെ വാങ്ങിയിട്ട് റേഷൻ കടയിൽ നിന്ന് വരുന്നു. ദെൻ ദ സെൻട്രൽ മിനിസ്റ്റർ ഹി ഗോസ് ടു ഡിമാൻഡ് മോർ ഫുഡ് ഗെയിൻ ഫ്രം ദ സെൻറ്റർ, അതായത് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ഫുഡ് ഗെയിൻസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ മിനിസ്റ്ററും ഇവരൊക്കെയാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ. പോയിറ്റിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ മെയിൻ ക്യാരക്ടേഴ്സ് ഇവരൊക്കെയാണ്. സോ ഇവിടെ കൂടുതലും നമ്മുടെ കൾട്ടിവേഷൻ ചേഞ്ച് ആയതിനെ പറ്റിയിട്ടൊക്കെയാണ് പോയിറ്റ് കൂടുതലും സംസാരിക്കുന്നത്. പിന്നെ പോയിറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എല്ലാം മാറി, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദ പോയിറ്റ് സാറ്ററൈസസ് ഗ്രീഡി നേച്ചർ ഓഫ് ഫാമേഴ്സ് ഇൻ കേരള. ദ ഗവൺമെൻറ് ഡസ് നോട്ട് പ്രൊമോട്ട് പേഡി കൾട്ടിവേഷൻ. എവരി മൺ ആഫ്റ്റർ ഈസി മണി കൊമേഴ്ഷ്യൽ ക്രോപ്സ് ലൈക്ക് റബ്ബർ ഡീൽ വുഡ് ഹാവ് റീപ്ലേസ്ഡ്. മെയിൻ ഇഷ്യൂ അതാണ് കേട്ടോ. ദെൻ പോയത്തിനെ പറ്റിയിട്ടൊരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. ദെൻ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. നമുക്ക് ഡ്രഗ് അബ്യൂസ് മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഡ്രഗ്സിൻ്റെ യൂസും റീസൺസും അവൈലബിലിറ്റിയും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അവയർനെസ് ടു എവ്രി വൺ, പാരൻസ്, കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, എവ്രി വൺ, അതൊന്ന് പഠിക്കണേ. ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ട് പഠിക്കാം. പോസ്റ്റ് ഏർലി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 ആക്ട് പ്ലേ തന്നെയാണ്. ഇവിടെ ഒരു ക്ലോക്കിൻ്റെ പ്ലേസിൽ ഒരു ബോംബാണെന്ന് വിചാരിച്ച് നടക്കുന്ന കുറച്ച് രസകരമായ കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്, ഈ 1 ആക്ട് പ്ലേയിൽ നമുക്ക് പറയുന്നത്. ദെൻ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്നത് ഒരു സാക്കിസമാണ്, അതായത് ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്നത് ഓഗ്ഡൻ ആഷിൻ്റെ ഒരു പോയം റിട്ടൺ ആണ്. ഇതൊരു കളിയാക്കുന്ന രീതിയിലുള്ള പോയാണ് കേട്ടോ. ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ മൗത്തിനെ ഒരു റോഡായിട്ടും അതിനൊക്കെ വേണ്ടി കമ്പയർ ചെയ്യുന്നത്. ഡെൻറ്റിസ്റ്റ് യൂസസ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ടു വർക്ക് ഇൻ മൗത്ത്, യൂസിങ് ഓഫ് മിറേഴ്സ്, ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് യൂസസ് മോർ ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഫണ്ണി പോയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി ബൈ R.K. നാരായൺ. ഓവർ പാരൻറ്റിങ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ സ്റ്റാർട്ട് വിത്ത് ദ ടീച്ചർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഇൻ മാത്സ്. ദ നോട്ടി ബോയ് ഗിവ്സ് റോങ് ആൻസർ ഇൻ അഗെയിൻ ആൻഡ് അഗെയിൻ. ടീച്ചർ ഗെറ്റ്സ് ആംഗ്രി ആൻഡ് സ്ലാപ്പ് ബോയ് ഓൺ ഹിസ് cheek. The boy starts crying and the teacher tries to make him calm. The boy blackmailed the teacher that he would tell his parents. He asks the teachers to play as a station master or tell him stories. Then he makes the teacher run after him. The teacher becomes tired and decided to confess everything to the parent. The father meets the boy and the teacher running in the garden. He asks whether the boy has prepared for the maths test. Feel sympathy and save the boy. അതായത് അച്ഛനോട് പറയുമ്പോഴേക്കും ലാസ്റ്റിൽ ടീച്ചറാണ് ആ ബോയിനെ സേവ് ചെയ്യുന്നതെന്ന്. സോ ഇവിടെ എനിത്തിങ് അഗെയിൻസ്റ്റ് ദ ടീച്ചർ, ദ ചൈൽഡ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ന്യൂ ജനറേഷൻ. ദ നോട്ടി ബിക്കോസ് ഹിസ് ലോൺലിനെസ് ആൻഡ് ഓവർ പാരൻറ്റിങ് ആണ് ഇവിടെ പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞിരുന്ന കുറച്ച് ഡിസ്കോഴ്സസിലേക്കൊക്കെ നമ്മൾ പോവാണ്. നമ്മളിത് ഓൾറെഡി ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എല്ലാവരോടും ചോദിക്കാൻ പറ്റിയ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കാണാത്തുണ്ടെങ്കിൽ ലിങ്ക് ഇടുന്നുണ്ട് കേട്ടോ. ദെൻ സ്പീച്ച്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് പ്രിൻസിപ്പൾ ഓൺ ദിസ് വെക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ദ ഫ്യൂ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നത് ഐ തിങ്ക് യു ഗീവ് ഓൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടുഡേയ്സ് ടോപ്പിക്. സെമിനാർ റിപ്പോർട്ട് എല്ലാം പാസ്റ്റ് ടെൻസിലാണ്. ഹെൽഡ്, അതുപോലെ തന്നെ ഇനാഗ്രേറ്റഡ് ബൈ ആൻഡ് ഫോളോയിങ് പ്രസിഡൻഷ്യൽ അഡ്രസ് റിനൗൺഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. ദെൻ പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം, ബർത്ത് ഓൺ ആസ് ഓൺ ഒക്കെ വെച്ചിട്ട് എഴുതാം. ദെൻ ലെറ്റർ ടു ദ എഡിറ്റർ, ഫ്രം അഡ്രസ്സ്, ടു അഡ്രസ്സ്, ഡേറ്റ്, അതുപോലെ സല്യൂട്ടേഷൻ, സബ്ജക്റ്റ്, ഇതൊന്നും മറക്കരുത് കേട്ടോ. ഓർഡർ തന്നെ പഠിക്കാം. കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ പോയത്തിന് നമ്മൾ തീം ഈസ് നെസസറി നോട്ട് എ എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പിൾ ലാംഗ്വേജ് ആണ്, ക്വാളിറ്റി ഉണ്ട്, അട്രാക്റ്റഡ് മീ എവർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. അനൗൺസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, ദ ലിറ്റററി ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് അധികം വലിച്ചു വാരി അനൗൺസ്മെൻറ്റിൽ എഴുതരുത്.
നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് അനൗൺസ്മെൻറ്റ് എഴുതാൻ പാടുള്ളൂ. അതായത് ഇങ്ങനെ നടക്കുന്നുണ്ട്, സോ എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുക. അപ്പോൾ മാക്സിമം പോയാൽ ഒരു സെമിനാറോ അതല്ലെങ്കിൽ ഒരു 1 ആക്ട് പ്ലേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് അനൗൺസ്മെൻറ്റിൽ നമുക്ക് പറയാം. സെമിനാർ നടക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് അനൗൺസ്മെൻറ്റിൽ പറയാം. അപ്പോൾ അതൊക്കെ ചുരുക്കിയിട്ട് ചെയ്താൽ ലെറ്റ്സ് എൻജോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്താൽ കേട്ടോ. ദെൻ വെൽക്കം സ്പീച്ച് ആണെങ്കിൽ പോലും നമ്മൾ ഒരാളെ വെൽക്കം ചെയ്യുക, അതൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. സമ്മറി, പാനൽ ഡിസ്കഷൻ, അത് മാക്സിമം സെമിനാർ റിപ്പോർട്ട് പോലെയൊക്കെയാണ് വരിക. ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ നമ്മൾ പറഞ്ഞിരുന്നു 2 സെക്ഷനായിട്ട്. കാണാത്തവരുണ്ടെങ്കിൽ 8 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ മിസ് ലിങ്ക് ഇടുന്നുണ്ടെങ്കിൽ വേഗം പോയി നോക്കുക. നല്ല രീതിയിൽ നമ്മൾ ചുരുക്കിയിട്ട് എങ്ങനെയൊക്കെ എഴുതാം, എല്ലാത്തിലും അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റിയത് നമ്മളവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ പിന്നീട് ഇതൊരു 8 മാർക്കാണ് മാക്സിമം വരാറ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, പിന്നെ അതുപോലെ തന്നെ ബ്ലർബ്, ഒരു ബോക്സിൽ നമ്മൾ ഹെഡിങ് കൊടുക്കുക. ആരുടെയാണ് ഇപ്പോൾ ഒരു ബുക്കിനെ പറ്റിയിട്ടൊക്കെയാണ് എഴുതുന്നത് വെച്ചെങ്കിൽ ആരുടെ ബുക്കാണ്, എന്താണ് ബുക്ക്, പിന്നെ അത് എത്രത്തോളം നമുക്കൊരു ബുക്കിൻ്റെ ബാക്കിൽ എഴുതാൻ പറ്റുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ ബ്ലർബായി കൊടുക്കാം. എസ്സേ ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഡ്രഗ് അബ്യൂസോ എന്തോ ആവട്ടെ ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് അങ്ങോട്ട് എഴുതി വയ്ക്കാം. ഓക്കെ കണ്ടോ, ഒരുപാട് എഴുതി വയ്ക്കുക. ഇമെയിൽ ആണ് വെച്ചെങ്കിൽ ടു സബ് സാറൊക്കെ വയ്ക്കുക. ദെൻ അതിനുശേഷം ക്യാരക്ടർ സ്കെച്ചസ് നോക്കാം. ക്യാരക്ടർ സ്കെച്ച് നോമിതയുടെ വരാറുണ്ട്. ക്യാരക്ടേഴ്സ് മെയിൻ സെൻട്രൽ ക്യാരക്ടറാണ്. എക്സാമ്പിൾ ഓഫ് വുമൺ ലൈക്ക് മാച്ച് ബോക്സ്, ഡോട്ടർ ഓഫ് വിഡോഡ് വുമൺ, മാരീഡ് ടു അജിത്, ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ. പിന്നെ കഥ നിങ്ങൾക്ക് എഴുതാം. മദേഴ്സിൻ്റെ ബെഗിങ്ങിന് വരുമ്പോൾ ഷീ ഷൗട്ട് ഹർ മദർ വെൻ നോൺ ഈസ് ഇയർ. അങ്ങനെ ഷീ ലൈറ്റ്സ് ഹർ സാരി വിത്ത് ഫയർ വെൻ ഷീ ബിക്കംസ് ആംഗ്രി. അതായത് അവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്കതിൽ പറയാം. ലാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് നമ്മളിതിൽ ചുരുക്കിയിട്ടാണ് നോക്കുന്നത്. അജിത്ത് ആണെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, റിച്ച് ഫാമിലിയാണ്, ജോയിൻറ്റ് ഫാമിലിയാണ്, വൈഫിന് ഒരുപാട് എന്താ പറയുക ഇൻസൾട്ട് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് എഴുതാം. നൊമിതാസ് മദർ എന്ന് പറയുമ്പോൾ വിഡോ പേഴ്സൺ ആണ്, പുവർ വുമൺ ആണ്. ഡോട്ടർ മാരീഡ് ടു അജിത്, റിച്ച് മാൻ. ഷി ഹാഡ് എ ഹാബിറ്റ് ഓഫ് ബെഗിങ് മണി ഫ്രം ഹർ ഡോട്ടർ. അജിത് ഇൻസൾട്ടഡ് നൊമിത വിത്ത് പ്ലസ് ഹാബിറ്റ് ഓഫ് ദ മദർ പുട്ട് നൊമിതാസ് ലൈഫ് ഇൻ ട്രബിൾ. അങ്ങനെയൊക്കെ ഇല്ലിറ്ററേറ്റ് ഓർഡിനറി ഇന്ത്യൻ വുമൺ ആണ്. എല്ലാം ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ ആണ്. ഒറിഗെല്ലു എന്ന് പറയുമ്പോൾ റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. ഗ്രാൻഡ് ഫാദർ ആണ് അതിൽ ഫസ്റ്റത്തെ ഹ്യൂമൻ ഒറിഗെല്ലു. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിലും നിങ്ങൾക്ക് ആ കഥയുടെ സ്റ്റോറി എഴുതി വെക്കാം. പക്ഷെ തുടക്കത്തിൽ അവരെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് എഴുതണം. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്, ഗുഡ് ലിസണർ ആണ്, ബെന്യൻട്രിയുടെ താഴെയാണ് ഇരിക്കുക, വറീസ് ഓഫ് ട്രാവലേഴ്സ് ലിസൺ ചെയ്യുന്ന വ്യക്തിയാണ്, വില്ലേജേഴ്സ് ടേക്ക് റെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ വന്നിരുന്ന എല്ലാവരുടെ കഥയും കേൾക്കുന്ന വ്യക്തിയാണ്. പിന്നെ ലിസൺ ചെയ്യുമ്പോൾ അവർക്ക് റിലാക്സ് കൊടുക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് സൊല്യൂഷൻസ് അബൌട്ട് ദെയർ വറീസ്, ബേർഡൻസ് കൊടുക്കുന്നു, ഓവർകം പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഓവർ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ. രത്ന എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്, കൊളീഗാണ്, സീനിയർ ക്ലർക്കാണ്, മിഡിൽ ഏജ്ഡ് വുമൺ ആണ്, ഓൾവേസ് ചിയർഫുൾ ആണ്, അതുപോലെ തന്നെ ഗുഡ് ലിസണർ ആണ്. പ്രോബ്ലംസ് ഓഫ് കൊളീഗ്സിൻ്റെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലാണ് ഷീസ് ലിസണിങ് ആൻഡ് വിത്ത് പേഷ്യൻറ്റ് and also give many secret words, kept their secret words. റോബർട്ട് ബാൽവിൻ എന്ന് പറയുമ്പോൾ സെൻട്രൽ ക്യാരക്ടറാണ്, അവർ ഓഫ് ട്രൂത്ത്. മാർത്തയാണ് ഭാര്യ, മക്കളുടെ പേര് കാണിക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു സെക്രട്ടറി ആയിരുന്നു ബാങ്കിൻ്റെ. പിന്നീട് ഷീസ് ജസ്റ്റിസ് ആൻഡ് ഓണസ്റ്റ് പേഴ്സൺ. പിന്നെ ഗ്രേഷ്യമിനെ അറസ്റ്റ് ചെയ്തും ബാങ്കിൽ നിന്ന് പൈസ എടുത്തതും ബ്രൈബ് കൊടുത്തതൊക്കെ എഴുതുക. പക്ഷേ അദ്ദേഹത്തിന് അത് വേണ്ടിയിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് ഹി ഗോട്ട് എ ഗുഡ് ജോബ് ഫോർ ഹിസ് റിവാർഡ് ഫോർ ഹിസ് ഓണസ്റ്റി. അല്ലേ, ആ ഹോണസ്റ്റിക്ക് പകരം ഒരു റിവാർഡ് പോലെ നല്ലൊരു ജോലി കിട്ടി. ടീച്ചറുടെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ ക്യാരക്ടർ സെൻട്രൽ ക്യാരക്ടർ തന്നെയാണ്. ഒരു ഓർഡിനറി സ്കൂൾ ടീച്ചറാണ്, മാത്സ് പഠിപ്പിക്കുന്നു, എക്സ്ട്രാ മണിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. കുട്ടികളുടെ അടുത്തടിക്കുമ്പോൾ മാത്സ് പ്രോബ്ലം ഒക്കെ പറയുമ്പോൾ ബോയ്സിനെ എങ്ങനെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ലാസ്റ്റ് എന്താ പറയുക ആ ടീച്ചർ തന്നെ ആ കുട്ടീനെ രക്ഷിക്കുകയാണ്. ദെൻ ബോയ് ഇൻ ക്രൈം പണിഷ്മെൻറ്റ്, അതായത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയാണ്. ഓവർ പാരൻറ്റിങ് ആണ്, മാത്സിലൊക്കെ ബാഡ് ആയിരുന്നു ആ കുട്ടി. അപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് ടീച്ചേഴ്സിനെ വീഴ്ത്തുകയാണ് ഈ കുട്ടി ഇവിടെ ചെയ്തത്. അപ്പോൾ ഓവർ പാരൻറ്റിങ്ങിൻ്റെ ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു പ്രതീകമാണെന്ന് പറയാം. ആൻറ്റോണിയോ ക്രൂസ് ആൻഡ് ഫിലിക്സ് വർഗാസ് ഒരുമിച്ച് നിങ്ങൾക്ക് എഴുതാം. ഇവരെ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമാണ് പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. ഗ്രോൺ അപ്പ് ടുഗെദർ ആൻഡ് ഉണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതാം. ആൻറ്റോണിയ ഫയർ ആൻഡ് ലാങ്കിയാണ്, ഫെലിക്സ് ഡാർക്ക് ആൻഡ് ഹസ്കി ആണ് എന്നൊക്കെ പറഞ്ഞുതരാം. ചെറിയ വ്യത്യാസം തന്നെ ഇവർ തമ്മിലുള്ള വെയിറ്റിൽ തരുള്ളൂ. സോ ഒരുവിധം എല്ലാ ഒറ്റ
ഒറ്റയ്ക്ക് നമ്മൾ നോക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൽ നോക്കിയിരിക്കുകയാണ്. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അതിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പോയംസ് നോക്കുക, ഡിസ്കോഴ്സിൻ്റെ ഫോർമാറ്റുകൾ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, നല്ല പോലെ എഴുതുക. ടൈം മാനേജ്മെൻറ്റ് നോക്കുക. 8 മാർക്കിൻ്റെ ഒക്കെ മാക്സിമം ഒരു 2.5 പേജൊക്കെ എഴുതി 5 മാർക്ക് 6 മാർക്ക് 1.5 അല്ലെങ്കിൽ 1 പേജൊക്കെ ധാരാളമാണ്. സോ അങ്ങനെ 8 മാർക്കുകളൊന്നും വിട്ടുകളയാൻ പാടില്ല. നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.